ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. ശരിക്കും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതും 2-3 ദിവസം ശരിക്കും പഠിച്ചിട്ടില്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വിഷു ഒക്കെ ആയിരുന്നു. കുറച്ച് നല്ല ബിസി ആയിരുന്നു. എനിക്ക് ശരിക്കും പുസ്തകം എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. എൻ്റെ ജേണി ഞാൻ വീണ്ടും, ജേണി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ലൈഫ് എൻ്റെ വിഷൻ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ശരിക്കും പഠനത്തിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്കിങ്ങും സ്റ്റോപ്പിങ്സും ഒക്കെ വരാം. അങ്ങനെ വന്നു എന്ന് പറഞ്ഞ് നമ്മളത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് ആദ്യം സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക എന്നതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കാലത്ത് എഴുന്നേറ്റ് ഇന്ന ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റാറില്ല. ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് പറ്റാത്ത ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒട്ടും പറ്റാത്ത ദിവസങ്ങളുണ്ട്, ചില മടി വരുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂടെ. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളത് അന്നത്തെ ദിവസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ അന്നത്തെ ദിവസം നമ്മൾക്ക് വേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും ചെയ്യുക, നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ആ ദിവസം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ എന്താ പറയുക, ഡൗൺ ആയിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷൻ കേൾക്കുക. മോട്ടിവേഷൻ സ്പീക്സ് കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആയി പഠിക്കാനിരിക്കുക. നല്ലതാണ്, ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ഓവറായിട്ട് നമ്മൾ മോട്ടിവേഷൻസിനൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം. കാരണം നമുക്കൊന്ന് പഠിക്കാനിരിക്കണമെങ്കിൽ ഒരു മോട്ടിവേഷൻ സ്പീക്ക് കേൾക്കണം എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. സ്വയം മോട്ടിവേറ്റഡ് ആവാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എന്തിനാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുമല്ലോ. എക്സ്ക്യൂസ് പറയാണ്ടിരിക്കുക. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് എക്സ്ക്യൂസ് പറയാമെന്ന് പറയുന്നത്. കാരണം എൻ്റെ പഠനം ഞാനെടുത്ത തീരുമാനമാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പഠനം നിങ്ങളെടുത്ത തീരുമാനം തന്നെ ആയിരിക്കണം. എനിക്ക് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാനെടുത്ത തീരുമാനമാണ് PSC പഠിക്കാമെന്നുള്ളത്. അതിനിടയിൽ എനിക്ക് സ്റ്റോപ്പ് വരും. അന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചിലവരുണ്ട് ഇങ്ങനെ എക്സ്ക്യൂസ് പറയും, എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റില്ല, നോട്ട് എഴുതാൻ പറ്റണില്ല, എനിക്ക് വായിക്കാൻ പറ്റണില്ല, കണ്ണ് വേദന എടുക്കണം, തലവേദന എടുക്കണം, ഇങ്ങനത്തെ കുറേ എക്സ്ക്യൂസുകൾ ശരിക്കും പറയരുത് എക്സ്ക്യൂസ്. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. പഠിക്കുക എന്നുള്ളത് നമ്മളെടുത്ത തീരുമാനവും അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിൽ മേലെ ആരും പുഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത കാര്യമല്ല. നമ്മൾ നമ്മളോടാണ് റെസ്പോൺസിബിൾ ആവേണ്ടത്. അവിടെ എക്സ്ക്യൂസിൻ്റെ ആവശ്യമില്ല ശരിക്കും അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ തന്നെയുള്ളൂ. ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, ഇതൊന്നും അല്ല ഞാൻ പറയണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്കൊരു റീസ്റ്റാർട്ടിംഗ് ആണ്. ആരെങ്കിലും എന്നെപ്പോലെ ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് ഉണരുക, പഠിക്കുക. സമയമില്ല, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വരുന്നു, LGS വരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. LGSൻ്റെ ഒരു സ്റ്റഡി പ്ലാനായിട്ട് നെക്സ്റ്റ് വീഡിയോ ഞാൻ വരുന്നുണ്ട്. എനിക്കും LGSൻ്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. കാരണം അധികം ദിവസങ്ങളില്ല, പ്രിലിംസ് മെയിൻസൊക്കെ ഉണ്ട്. എല്ലാവരും നന്നായി പഠിക്കുക, ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.